ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് അമ്മമ്മ ഒരു അടിപൊളി ഇലയുടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് അമ്മമ്മ കുറച്ച് ഇലയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണത് എന്നുള്ളത് അമ്മമ്മനോട് തന്നെ ചോദിച്ചു നോക്കാം. അമ്മമ്മ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരും. ഇലയുടെ ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനറിയും, പക്ഷെ ഇത് വേറൊരു വെറൈറ്റി ഇലയുടെയാണ് കേട്ടോ. അമ്മമ്മ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കൊടുത്താണ്. അത് ഇല ഞാൻ കിണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പൊടി വയ്ക്കുന്നത് കത്തിത്തര തേങ്ങ ചേരണ്ടട്ടെ. തേങ്ങ ചേരണ്ടതൊക്കെ അപ്പം കഴിഞ്ഞു. ഇനി ഞാൻ ആ ഇല എടുക്കട്ടെ, പൊടി കുഴക്കട്ടെ. ആ പൊടി കുഴക്കുന്നത് കണ്ടോ? അത് കുഴച്ചിട്ട് ഇപ്പം വേറെ പല സൈസിലും ഉണ്ട് അട ഉണ്ടാക്കൽ. ഇത് ഈ അടയാണ് ഉണ്ടാക്കുക. നിങ്ങൾ ഈ മധുരമൊക്കെ ഇട്ടിട്ടുണ്ടാക്കണ മാതിരിയൊന്നുമല്ല. അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി തന്നെ ഉണ്ടാക്കുക. അതിലൊരു ശകലം ചീരവും ഇടണം. തേങ്ങ ഉപ്പുമൊക്കെ ഇപ്പോൾ ഞാൻ അതിൽ നുള്ളിയിട്ട് കുഞ്ഞി അത് മയം വരുമ്പോഴും നല്ലോണം കുഴക്കട്ടെ. നല്ലോണം ഒന്ന് കുഴച്ച് മയം വരുമ്പോഴുള്ളൂ അത് പരത്താൻ പറ്റുക. അത് കുഴച്ചിട്ട് പരത്തുക. ഇലയിൽ ഇങ്ങനെ പരത്തിയിട്ട് ഇലയിൽ മടക്കിയിട്ട് ആണത് ഉണ്ടാക്കുക. ചൂടുവെള്ളം കൊണ്ടാണ് ഇത് കുഴക്കണത് നിങ്ങൾ? ചൂടുവെള്ളമല്ല, പച്ചവെള്ളം കൊണ്ടാണ് കുഴക്കണത്. ചെറിയ ഉള്ളി മൂപ്പിക്കണം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് മൂപ്പിച്ചിട്ട് അത് ഇതിലിട്ടിട്ട് ഒന്ന് നല്ലോണം കുഴക്കണം. അത് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലിട്ടിട്ട് കുഴക്കണം. അത് ഇതിലിട്ട് കുഴച്ചെങ്കിലേ ശരിയാകുള്ളൂ. അപ്പം പൊടിയൊക്കെ ഏതാനും കുഴഞ്ഞിക്കുന്നു. ഇനി ഞാൻ ലേശം ഉള്ളി അരിയട്ടെ. ആ ചട്ടി അടുപ്പത്തേക്ക് എന്നിട്ട് അത് മൂപ്പിച്ചിട്ട് ഇതിലിട്ടിട്ട് ഒന്നും കൂടി കുഴക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. മൂപ്പിച്ചെടുത്തിട്ട് അത് അതിലേക്ക് ഇട്ടിട്ട് വേണം കുഴക്കാൻ. ജീരകം ഇട്ടിട്ടില്ലല്ലോ? ജീരകം ഇട്ടിക്കുന്നു. ഒരു നുള്ളി ജീരകവും നുള്ളി ഇട്ടിക്കുന്നു. നല്ല മൂത്ത് വരണോ? നല്ല മൂക്കണം. നല്ല മൂത്തിട്ട് നല്ലോണം ചോക്കുമ്പോൾ അത് ഇതിരിക്കൊണ്ട് ഇടണം. ജീരകം ഞാൻ ഇട്ട് കൊടുത്തിക്കുന്നു അതിലൊന്നുള്ളു. ഇനി അത് നല്ലോണം ഒന്ന് മൂക്കട്ടെ. മൂത്തിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് കുഴക്കണം. നല്ലോണം മൂത്തിട്ട് വേണം കുഴക്കാൻ. വാഴൻ്റെ ഇലയൊക്കെ തുടച്ച് വെച്ചിക്കണോ? വാഴൻ്റെ ഇലയൊക്കെ തുടച്ച് വെച്ചിക്കണു. നിങ്ങളെപ്പോഴും ഉണ്ടാക്കിയിരുന്നു അങ്ങനത്തെ അടയൊക്കെ? ഞാൻ എപ്പോഴും അങ്ങനത്തെ അടയൊക്കെ തന്നെ പണ്ട് ഉണ്ടാക്കിയിരുന്നത്. ഇതൊക്കെ പണ്ട് ഉണ്ടാക്കിയിരുന്ന അടയാണ്. ഇപ്പോൾ ആൾക്കാർ ശർക്കരയും തേങ്ങയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് മടക്കിയിട്ടൊക്കെയാണ് അട ഉണ്ടാക്കുന്നത്. എന്ത് ചട്ടിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഇത് നമ്മൾ പത്തിരി പണ്ട് ചുട്ടിയിരുന്ന ചട്ടിയിൽ, മണ്ണിൻ്റെ ചട്ടിയിൽ. പണ്ട് പത്തിരി ചുട്ടിയിരുന്ന മണ്ണിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുക. മറ്റേ ചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റൂല. എണ്ണ വരട്ടിയിട്ടൊന്നും അല്ലത് ഉണ്ടാക്കുക. ഉള്ളിയൊക്കെ മൂപ്പിച്ചിരിക്കണു. ഇനി അത് നല്ലോണം കുഴച്ചിട്ട് ഇത് പരത്തുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇലയിൽ പരത്തുന്നത്. ഇലയിൽ പരത്തുമ്പോൾ അത് കാണാം. ഇലയിൽ എങ്ങനെയമ്മ പരത്തുക? പിന്നെ നീളത്തിൽ പരത്തിയിട്ട് മടക്കുക ചെയ്യുക? നീളത്തിൽ ഇലയൊക്കെ നിറച്ച് പരത്തിയിട്ട് കനം കുറച്ചിട്ട് പരത്തുക. കനം കുറച്ച് പരത്തിയിട്ട് അത് നടുമടക്കിയിട്ടാണ് ഇടുക. ഇത് ചട്ടിയിൽ വെക്കുമ്പോൾ എങ്ങനെ വെന്തുക്കണമെന്നുള്ളത് അറിയാം? അത് രണ്ട് പുറവും ഇല ഇങ്ങനെ ചോക്കുമ്പോൾ ഇല രണ്ട് പുറവും മറിച്ചിടണം. മറിച്ചിട്ടിട്ട് ഇല ചോക്കുമ്പോൾ അപ്പം അത് വെന്തിട്ടുണ്ടാവും. ഇല ചോക്കാൻ അറിയാം അതിൻ്റെ വേഗ്. രണ്ട് പുറവും ഇല ചോക്കുക. രണ്ട് പുറവും ഇല ചോക്കുമ്പോൾ അതിൻ്റെ വേഗായി. അങ്ങനെ തന്നെയാണ് അത് ചെയ്യുക. ഇലയിൽ നല്ലോണം പരത്തിക്കുന്നു ഞാൻ. ഇനി അത് മടക്കിയിട്ട് കാണിച്ചു തരാം. എങ്ങനെ പരത്തി മടക്കുക എന്നുള്ളത്. അപ്പം മനസ്സിലാവും. ഇതിന് നടുവിൽ തേങ്ങ ഒന്നും ഇടണ്ടല്ലേ? നടുവിൽ തേങ്ങ ഒന്നും ഇടൂല. അതിൽ തേങ്ങ ഇട്ട് കുഴക്കുകയില്ല. നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ഞാനെന്നാ ഒന്ന് ചുട്ടെടുക്കട്ടെ? ചുട്ടാലൊക്കെ അറിയാം. രണ്ട് പുറവും ചോക്കണം. രണ്ട് പുറവും ചോക്കുമ്പോഴാണ് ചുട്ടെടുക്കുക. ഇപ്പോൾ ഇതാ ഞാനും അമ്മ ഉണ്ടാക്കിയ അട പത്തിരി ചട്ടിയിൽ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു പുറം മൂത്ത് വന്നപ്പോൾ ഞാൻ മറ്റേ പുറം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടത് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ.
അപ്പോൾ ഞാനിതാ എല്ലാ അട ഇതേമാതിരി ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് വെന്തുക്കണു. അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയതാണ് കയ്യുമ്മ ഒട്ടണുണ്ടോയെന്നൊക്കെ. അപ്പോൾ കയ്യുമ്മ ഒട്ടണമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കലുണ്ട്, തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് മടക്കിയിട്ട് ആവിക്ക് വേവിച്ചിട്ടൊക്കെ. പക്ഷേ ഇത് പത്തിരിച്ചട്ടിയിൽ ചുട്ടിട്ടുള്ളതാണ്. നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു സ്മെല്ലുമാണ്. ഈ വാഴയില ഇങ്ങനെ ചൂടായ വാടി വരുന്നൊരു സ്മെല്ല്, നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇത് മമ്മാനോട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കിച്ചാൽ കൊടുക്കുന്നുണ്ട്. മമ്മാനെ പറയട്ടെ ഇതിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത്. എങ്ങനെയുണ്ട് മമ്മ? അഭിപ്രായമൊന്നും പറയാനില്ല. ഞാനൊക്കെ അത് കുറേ തിന്നിക്കുന്നു. ഞാൻ തിന്നപ്പോഴൊന്നും ഒരു രസമുള്ള സാധനമാണിത്. നിങ്ങളൊക്കെ ഒന്ന് തിന്ന് നോക്കി, എന്നാലേ ഉള്ളൂ ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പം എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.